നെടുമങ്ങാട് ചികിത്സാ പിഴവിനെ തുടർന്ന് നവജാത ശിശു മരിച്ച സംഭവത്തിൽ മാതാപിതാക്കളുടെ മൊഴിയെടുത്ത ഡോക്ടർമാരുടെ അന്വേഷണ സമിതി. SIT ആശുപത്രിയിലെ 3 അംഗ ഡോക്ടർമാരുടെ സംഘമാണ് ചികിത്സാ പിഴവ് അന്വേഷിക്കുന്നത്. സംഭവത്തിൽ ഡോക്ടർ ബിന്ദു സുന്ദറിന് കൈക്കൂലി കൊടുത്തെന്ന് അച്ഛൻ ബിനിൽ മൊഴി നൽകി. അതേസമയം കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇന്ന് നടക്കും. ഡോക്ടർക്കെതിരെ സസ്പെൻഷൻ നടപടി സ്വീകരിച്ചതിനു ശേഷമാണ് കുടുംബം പോസ്റ്റ്മോർട്ടത്തിന് സമ്മതം അറിയിച്ചത്. വീണ്ടും വിവരങ്ങളുമായി വീണ ചേരുന്നുണ്ട്. വീണ, ഈ ഡോക്ടറെ പറ്റി ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇതിനു മുൻപും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ശസ്ത്രക്രിയയിൽ പിഴവ് വരുത്തിയ ഒരു ഡോക്ടർ തന്നെയാണ് ഈ കുഞ്ഞിന്റെ മരണത്തിനും കാരണമായിരിക്കുന്നത്. എന്തായാലും SIT ആശുപത്രിയിലെ 3 അംഗ ഡോക്ടർമാരുടെ സംഘമാണല്ലോ ഈ ചികിത്സാ പിഴവ് അന്വേഷിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളിലാകും പ്രധാനമായും അന്വേഷണം എത്തുക? നെടുമങ്ങാട് പ്രസവ ശസ്ത്രക്രിയക്കിടയിലാണ് ഡോക്ടറുടെ പിഴവ് മൂലം ഈ ഒരു നവജാത ശിശുവിന് മരണം സംഭവിച്ചതെന്നുള്ളതായിരുന്നു കുടുംബം ഉന്നയിച്ചിരുന്ന പരാതി. ആ പരാതിയിലാണ് SITയിലെ 3 അംഗ ഡോക്ടർമാരെ നിയോഗിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണ സമിതി രൂപീകരിച്ചത്. ഈ 3 അംഗ ഡോക്ടർമാരിൽ പീഡിയാട്രീഷ്യൻ, അതുപോലെ തന്നെ ഗൈനക്ക്, അതുപോലെ തന്നെ അനസ്തേഷ്യനിസ്റ്റ്, ഈ 3 വിഭാഗങ്ങളിലെ ഡോക്ടർമാരാണുള്ളത്. അവർ കഴിഞ്ഞ ദിവസം തന്നെ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലെത്തി വിശദമായി പരിശോധനകൾ നടത്തി. ഇതുമായി ബന്ധപ്പെട്ട് കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് നൽകിയ മരുന്നുകളുടെ വിവരങ്ങളും ഒപ്പം തന്നെ ചികിത്സാ രീതികളും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമൊക്കെ വിശദമായി തന്നെ ചോദിച്ചറിഞ്ഞു. ഒപ്പം തന്നെ കുഞ്ഞിൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയിൽ നിന്നും മൊഴികൾ രേഖപ്പെടുത്തിയിരുന്നു. അമ്മയടക്കം എന്താണ് വാസ്തവത്തിൽ ഡോക്ടർ നൽകിയ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചും അന്നുണ്ടായ സംഭവങ്ങളെക്കുറിച്ചും വിശദമായ കാര്യങ്ങളൊക്കെ ഈ മെഡിക്കൽ സംഘത്തോട് വിശദീകരിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ കുഞ്ഞിൻ്റെ അച്ഛൻ ബിന്നിലാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ ചികിത്സാ സമയത്ത് തന്നെ ഡോക്ടർ 5000 രൂപ കൈക്കൂലി വാങ്ങി എന്നുള്ള കാര്യം ഈ കുഞ്ഞിൻ്റെ പിതാവ് ബിന്നിൽ ആവർത്തിച്ച് ഇന്നലെ ഈ മെഡിക്കൽ സംഘത്തിനും മൊഴി നൽകിയിരിക്കുന്ന കാര്യം മാധ്യമങ്ങളോടും ഇദ്ദേഹം ഇക്കാര്യം കഴിഞ്ഞ ദിവസം തന്നെ ആവർത്തിച്ച് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെയാണ് ഇന്നിപ്പോൾ മെഡിക്കൽ സംഘത്തിനും കഴിഞ്ഞ ദിവസം മെഡിക്കൽ സംഘത്തോടും ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിശദീകരിച്ചു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വൈകാതെ തന്നെ ഈ ഒരു 3 അംഗ സംഘം ഇതുമായി ബന്ധപ്പെട്ടുള്ളൊരു റിപ്പോർട്ട് തയ്യാറാക്കി ആരോഗ്യമന്ത്രിക്ക് കൈമാറും. തുടർന്നായിരിക്കും ഡോക്ടറുടെ കാര്യത്തിൽ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് കടക്കുവാനുള്ള ഒരു സാധ്യത. അത് ഡോക്ടർമാർ ആദ്യം നമ്മൾ പരിശോധിക്കണമെങ്കിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഡോക്ടർക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ വന്ന സാഹചര്യത്തിൽ പോലും ഡോക്ടറെ സ്ഥലം മാറ്റിക്കൊണ്ട് നിർബന്ധിത ലീവിലേക്ക് പോകുവാനുള്ള ഒരു നിർദ്ദേശം മാത്രമാണ് ആരോഗ്യ വകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. BJPയുടെ നേതൃത്വത്തിൽ കടുത്ത പ്രതിഷേധം കൂടി നടന്നതോടുകൂടിയും ഒപ്പം തന്നെ കുഞ്ഞിൻ്റെ ഡോക്ടർക്കെതിരെ നടപടി സ്വീകരിക്കാതെ തന്നെ നവജാത ശിശുവിൻ്റെ മൃതദേഹം ഏറ്റുവാങ്ങില്ലെന്ന കുടുംബത്തിൻ്റെ ഉറച്ച തീരുമാനത്തിന് പിന്നാലെയുമാണ് ഈ സ്ഥലം മാറ്റം എന്ന നടപടിയിൽ നിന്ന് സസ്പെൻഷൻ എന്ന നടപടിയിലേക്ക് ആരോഗ്യവകുപ്പ് കടന്നത്. തുടർന്ന് ഡോക്ടറെ സസ്പെൻഡ് ചെയ്യുന്നു എന്നുള്ള ഉത്തരവ് ഇറക്കുന്നു. അതിനുശേഷമാണ് കുഞ്ഞിൻ്റെ മൃതദേഹം ഏറ്റുവാങ്ങാൻ കുടുംബം തയ്യാറായത്. മൃതദേഹം ഏറ്റുവാങ്ങി അതിനുശേഷമാണ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയത്. തുടർന്ന് ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് കുഞ്ഞിൻ്റെ മൃതദേഹം മാറ്റിയിരിക്കുന്നത്. നമുക്കറിയാൻ സാധിക്കുന്നത് അല്പസമയങ്ങൾക്കകം തന്നെ കുഞ്ഞിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട് കുഞ്ഞിന് എന്തെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ അതും മരണത്തിലേക്ക് കാരണമായോ എന്ന കാര്യം കൂടി പരിശോധിക്കും. തുടർന്നായിരിക്കും ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ ഡോക്ടർ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുക എന്നുള്ളതാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം വീട്ടുകാർക്ക് വിട്ടു നൽകും. മാനസികമായി വലിയ തളർന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കുടുംബം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ബന്ധുക്കളിൽ നിന്ന് പ്രദേശവാസികളിൽ നിന്ന് ഉയർന്ന മറ്റൊരു വിമർശനം കൂടിയുണ്ട്. സ്ഥലം MLA ആണ്. ഒപ്പം തന്നെ മന്ത്രി കൂടിയായ GR അനിൽ ആ സ്ഥലത്തെത്തിയിരുന്നില്ല. 24 മണിക്കൂർ നീണ്ടുനിന്ന ഒരു പ്രതിഷേധമായിരുന്നു. MLAയുടെ ഭാഗത്തുനിന്ന് ഇടപെടലുണ്ടായില്ല എന്നുള്ള വിമർശനങ്ങൾ കൂടി പ്രദേശവാസികളും കുഞ്ഞിൻ്റെ ബന്ധുക്കളും ഒക്കെ ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും ആരോഗ്യവകുപ്പ് സസ്പെൻഷൻ എന്ന നടപടിയിൽ ഒതുക്കുമോ അതോ കടുത്ത നടപടികളിലേക്ക് കടക്കുമോ എന്നുകൂടി അറിയേണ്ടതുണ്ട്. മാത്രമല്ല കുടുംബം ഇതുമായി ബന്ധപ്പെട്ട് നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അശ്വതി. ശരി, വീണയാണ് വിവരങ്ങൾ നൽകിയത്. നെടുമങ്ങാട് ചികിത്സാ പിഴവിനെ തുടർന്ന് നവജാത ശിശു മരിച്ച സംഭവത്തിൽ മാതാപിതാക്കളുടെ മൊഴി എടുത്തിരിക്കുകയാണ്. ഡോക്ടർമാരുടെ അന്വേഷണ സമിതിയാണ് മൊഴി രേഖപ്പെടുത്തിയത്. ഇതിൽ ഡോക്ടറിന് കൈക്കൂലി നൽകിയെന്നാണ് കുഞ്ഞിന്റെ പിതാവ് ഇപ്പോൾ മൊഴി നൽകിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. വീണയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.